വിവേകാനന്ദ സ്വാമി ഭാരതത്തിലുടനീളം ഭിക്ഷാടനമായിട്ട് അലഞ്ഞൊരു സ്വാമിയാണ്. അപ്പം അന്ന് അദ്ദേഹം ഒരുപാട് ആധ്യാത്മിക പുരുഷന്മാരെയും അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വളരെ പ്രസിദ്ധനായി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞൊരു സെൻറ്റൻസാണ് ഞാൻ പറയാം. അതായത് അക്കാലത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് പോയി കണ്ട ആധ്യാത്മിക പുരുഷന്മാരിൽ എത്ര ശതമാനം ആണ് ഈ ശരിക്കും ഒരു ദൈവജ്ഞാനം നേടിയത്, അല്ലെങ്കിൽ ശരിക്കും സത്യത്തെ അറിഞ്ഞവർ? അത് എത്ര ശതമാനം വരും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ മനോഹരമായ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കണ്ടവരിൽ 85% പേരും വെറും കള്ളന്മാരാണ്. അതായത് അവർക്കൊരു ആധ്യാത്മികതയും ഇല്ല, അവർക്കൊരു സാധനയും ഇല്ല, അവർക്കൊരു ജ്ഞാനവും ഇല്ല, ഒരു വെറുതെ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ്. 85%. പിന്നെയുള്ള 15%, അതിൽ 10% സത്യത്തിൽ മാനസിക രോഗികളാണ്. അവരെ മറ്റുള്ളവർ പറഞ്ഞു ഒരു ദിവ്യപുരുഷന്മാരാക്കിയിരിക്കുകയാണ്. പക്ഷേ ഒരു 5% പേരുണ്ട്, അവർ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആധ്യാത്മികമായിട്ട് ഉയർന്നവരാണ്. അവർക്ക് വഴങ്ങാത്തായിട്ട് പ്രകൃതി പോലുമില്ല. പ്രകൃതി നിയമങ്ങളൊന്നും അല്ല അവർ പ്രകൃതി നിയമങ്ങളൊന്നും അനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. അവരുടെ കഴിവുകളും അവരുടെ ചിന്തയും അവരുടെ ബോധവും അവരുടെ പ്രവൃത്തികളൊക്കെ സാധാരണ വ്യക്തിത്വമുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള ഇതാണ്. അദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പവൻ ഹരി ബാബ എന്നൊക്കെ പറഞ്ഞ അത്തരം ആളുകളെ കുറിച്ച് അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടച്ചിങ് സ്റ്റോൺ, ഉരകല്ലായിട്ട് സ്വീകരിക്കുന്ന ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രാചീന ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്. പുരാണ ഗ്രന്ഥങ്ങൾ ശരിക്കും വായിച്ച ആളാണ്. ശരിക്കും സാധന ചെയ്ത ആളാണ്. ഇപ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് ഗ്രന്ഥങ്ങളെക്കുറിച്ച് നല്ല പഠനം കാണും. അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നാരായണീയം വായിക്കുന്നവർ, ഭാഗവത സപ്താഹത്തിന് പോകുന്നവർ, അല്ലെങ്കിൽ മഹാഭാരതത്തെ കഥകളൊക്കെ അറിയാമെന്നുള്ളവർ, വേദങ്ങളിലെ ഒരുപാട് സൂക്തങ്ങളൊക്കെ പിടിച്ച് ചൊല്ലാൻ കഴിയുന്നവർ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഒരു സമ്മേളനം വിളിക്കുകയാണെങ്കിൽ 1 ലക്ഷമെങ്കിലും വരും കേരളത്തിൽ. അതായത് അവരുടെ ഇത്തരം ഗ്രന്ഥങ്ങളിലുള്ള പാണ്ഡിത്യം നമ്മൾ അത്ഭുതപ്പെടുത്തും. അത്തരത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉള്ളത്. ഒരു നാരായണിയൊക്കെ കാണാതെ പഠിച്ചൊക്കെ പറയും ഒരുപാട്. പക്ഷേ അതിൽ എത്ര പേർക്ക് സാധന ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ആചാര്യന്മാരായി വിലസുന്ന ആളുകൾക്ക് പോലും സാധന വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അവർ അക്കാഡമീഷ്യൻസാണ്. സാധന ഒരു അക്കാഡമിക് സംഭവമല്ല. സാധന ഒരു ഗുരുവിൻ്റെ കീഴിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒന്നാണ്. ഈ സാധനയും ജ്ഞാനവും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായിട്ടൊരു ആധ്യാത്മിക ജീവിതം നയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. നിയമങ്ങളെല്ലാം അനുസരിച്ച് അതുപോലെ ജീവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് 10 നിയമങ്ങളുണ്ട്, അതനുസരിച്ച് അവർ ജീവിക്കുന്നു. മുസ്ലിമുകൾക്കുണ്ട് അവരുടേതായ നിയമങ്ങൾ, ഹിന്ദുക്കൾക്കും ആ നിയമങ്ങളുണ്ട്. പക്ഷേ വ്യത്യസ്ത രീതിയിലാണ്. ഓരോ സ്കൂൾ ഓഫ് തോട്ടും മറ്റൊന്ന് വ്യത്യസ്തമാണ്. എങ്കിലും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ അനുശാസിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നു വയ്ക്കുക. അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയൊരു ദിവ്യപുരുഷനാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. ദിവ്യപുരുഷനായിട്ടും ദിവ്യമാതാജിയൊക്കെ ആയിട്ട് വേഷം കെട്ടാൻ കഴിയും. പക്ഷേ ശരിയായിട്ടുള്ള ഒരു ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത് സാധനയും അതുപോലെ തന്നെ അറിവും അത് തമ്മിൽ സമന്വയിപ്പിക്കുമ്പോഴാണ്. രണ്ടും കൂടെ ഒന്നിക്കണം. വിവേകാനന്ദസ്വാമിനെ
ഒരിക്കൽ പറഞ്ഞു, an ounce of practice is greater than tons of preaching. അത് പ്രസംഗിക്കുന്നത് ഒരു ടൺ പ്രസംഗം, അതിനേക്കാളും വില ഒരു ഔൺസ് സാധനയിലാണ്. അപ്പോൾ പലരും ഈ വേദികളിലിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ആധ്യാത്മിക പുസ്തകങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്നവർക്കും അവർക്ക് സ്വയമായിട്ട് യാതൊരു തരത്തിലുള്ള സാധനയില്ല, അതിന് ആവശ്യമില്ല എന്ന മട്ടിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പൂർണ്ണത ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുമ്പ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എടുത്ത് പറയുക അല്ലാതെ സ്വന്തമായിട്ട് ഒന്നും കണ്ടുപിടിച്ച് പറയാൻ അവർക്ക് പറ്റില്ല. ഒരു ഉപമ പോലും അവരുടേതായിട്ട് വരില്ല. എന്നാൽ ഇതൊന്നും പഠിക്കാതെ തന്നെ സാധനയിലൂടെ ഈ മഹൽ തത്വങ്ങളെയൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പല ദൈവിക മനുഷ്യർക്കും കഴിഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഷിർദി സായിബാബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, രമണ മഹർഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം വലിയ ആധ്യാത്മികമായിട്ട് ഗ്രന്ഥങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഭയങ്കര ഗ്രേറ്റ് പീപ്പിളൊന്നുമല്ല. രാമകൃഷ്ണ പരമഹംസർക്ക് ഒന്നുമേ പഠിച്ചിട്ടില്ല. ശ്രീ നീലകണ്ഠ ഗുരുപാദർ, എൻ്റെ ഗുരുവിൻ്റെ ഗുരു, ഒന്നുമേ പഠിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ആൾ ഞെട്ടിപ്പോകും. കാരണം അത് സാധനയെന്നൊന്നാണ്, എത്രയോ വർഷത്തെ കഠിനമായ സാധന. സത്യത്തിൽ ഒരു ഈശ്വര തുല്യനായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടെത്തുന്നത് അയാളുടെ പ്രവൃത്തി, അത് സാധാരണക്കാർ ചെയ്യുന്ന പ്രവൃത്തിയല്ല എന്നതുകൊണ്ട്. അല്ലെങ്കിൽ അയാൾ പറയുന്ന വാചകം, അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു കഥ, ഇത് ഒരിടത്തുമില്ല, അത് അദ്ദേഹത്തിൽ നിന്ന് അനർഗളമായി നിർഗളിക്കുന്നതാണ്. എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇത്രയും സങ്കീർണമായ കാര്യങ്ങളെ ഇത്ര ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഉത്തരമില്ല. അദ്ദേഹത്തിൻ്റെ സാധന എന്നുകൊണ്ട് നമുക്ക് പറയാം. വിവേകാനന്ദ സ്വാമി, അദ്ദേഹം BA വരെ പഠിച്ചിട്ടുള്ളൂ. ഇത്ര അതിമനോഹരമായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ എവിടെ നിന്ന് അദ്ദേഹം പഠിച്ചു? അദ്ദേഹം കൽക്കട്ടയിലെ പബ്ലിക് ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കുന്ന ആണ്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന സകല ശാസ്ത്രങ്ങളെയും കുറിച്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ച് അറിയായിരുന്നു, ബോട്ടണിയെക്കുറിച്ച് അറിയായിരുന്നു, സുവോളജിയെക്കുറിച്ച് അറിയായിരുന്നു, കെമിസ്ട്രിയെക്കുറിച്ച് അറിയായിരുന്നു, ഫുട്ബോളിലെ എന്തിനിപ്പോൾ പറയുന്നു അദ്ദേഹം ക്രിക്കറ്റ് വരെ കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഗീതത്തെക്കുറിച്ച് അറിയായിരുന്നു. അതിമനോഹരമായിട്ട് സംഗീതം കൊടുത്ത പാട്ടുകളുണ്ട്. അതിസുന്ദരമായ ഇംഗ്ലീഷിൽ അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉള്ളിൽ അങ്ങേറ്റ സംഗീതമുള്ള പ്രഭാഷണങ്ങൾ, അതുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത്. എന്തെല്ലാം സബ്ജക്റ്റുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഒരു എൻസൈക്ലോപീഡിയ വരുന്ന അദ്ദേഹം. ഏത് കോളേജിലാണ് ഇദ്ദേഹം ഈ ഡോക്ടറേറ്റ് നേടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം BA വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അത് അദ്ദേഹം ആ അറിവിൻ്റെ മണ്ഡലത്തിലേക്ക് അദ്ദേഹം കയറുന്നത് 18ാം പടിയാണ് ഞാൻ ഈ പറഞ്ഞ സാധന. അപ്പോൾ ഈ സാധനയും ഞാനും കൂടെ ഒരുമിച്ച് വരണം. ചിലർക്ക് സാധനയുണ്ട്, പക്ഷേ പഠിത്തമില്ലാത്തതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അവർക്ക്. അങ്ങനെയാണ് പലപ്പോഴും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന പഠിച്ച ഒരാൾക്ക് യുക്തിയുക്തമായിട്ട് ചിന്തിക്കാൻ കഴിയും. നമുക്ക് സയൻസൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്, നമുക്ക് യുക്തിയുക്തമായിട്ട് ചിന്തിക്കാൻ പറ്റും. യുക്തിയില്ലാത്ത ഒരു കാര്യങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കില്ല. പക്ഷേ ആ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ യുക്തിഭദ്രമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിയുക്തമായിട്ടുള്ള യുക്തി അടിസ്ഥാനമായിട്ടുള്ള ആ ചിന്താരീതി ഇല്ലാത്ത ഒരു ആധ്യാത്മിക ജീവി പറയുന്നത് പലപ്പോഴും നമുക്ക് വെറും പൊട്ടത്തനായിട്ട് തോന്നാം. ശരിയായിരിക്കാം, പക്ഷെ നമുക്ക് പൊട്ടത്തനായിട്ട് തോന്നും. അപ്പം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവർക്ക് പറ്റില്ല. യുക്തിഭദ്രമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അവിടെയാണ് വിവേകാനന്ദ സ്വാമിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അദ്ദേഹം വളരെ ലോജിക്കലായിട്ട് പ്രസംഗിക്കുകയാണ്. ലോജിക്കില്ലാത്ത ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ലോജിക്കില്ലാത്ത പറയുന്ന എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നും ഒട്ടും ലോജിക്കലല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ അനുഭവവും സത്യസന്ധതയും യുക്തിയും പാണ്ഡിത്യവും ആവേശവും സാധനാവൈഭവവും ഇതെല്ലാം കൂടെ ചേർന്ന് ഒഴുകുമ്പോഴാണ് ഇത് ഗംഗയാവുന്നത്. അങ്ങനെയുള്ളവരെ തേടി നരേന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കേരളത്തിൽ പോലും വന്നിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ പോയി. അദ്ദേഹം കേരളത്തിൽ വെച്ച് കണ്ട ആളുകളാണ് അന്നത്തെ ഏറ്റവും വലിയ താരങ്ങൾ. എന്നത്തെയും ശ്രീനാരായണ ഗുരുദേവനായാലും ശരി, ചട്ടമ്പി സ്വാമി ആയാലും ശരി. എന്തുകൊണ്ട് അവരെ പറ്റി മാത്രം അദ്ദേഹം സംസാരിച്ചു? അതിനാൽ അവരിൽ ശരിക്കും പ്രതിഭ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതേസമയം അദ്ദേഹം കണ്ടുമുട്ടിയ ഈ ദൈവിക മനുഷ്യർ എന്ന് പറയുന്നതിൽ 85% കള്ളന്മാരായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സാധാരണ ഒരാൾ പറയണമെന്ന് മനസ്സിലാവും, പക്ഷെ വിവേകാനന്ദൻ പറഞ്ഞാൽ അത് സാധാരണമല്ല, അസാധാരണമാണ്. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 10 പേര് മാനസിക രോഗികളാണ്, ആളുകൾ
അവരെ വലിയ ദിവ്യന്മാരാക്കുന്നതാണ്. ശരി, പലരും അങ്ങനെയാണ്. പല ആലിൻ്റെ മുട്ടിലൊക്കെ ഇരിക്കും, താടി വളർത്തിക്കൊണ്ടിരിക്കും, ഒന്നും സംസാരിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമായിരിക്കും, അതിനകത്ത് അർത്ഥം കാണില്ല. പക്ഷെ ആളുകൾ പറഞ്ഞ പരസ്യം ഇത് വലിയ ദിവ്യനാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ഭജന മണ്ഡലമൊക്കെ ഉണ്ടാകും. അത് സംഭവിക്കും, ഇവിടെ ചെന്നാലും കാണാം. ഏത് ഗ്രാമത്തിൽ ചെന്നാലും അങ്ങനെ ഒരാൾ കാണാം. പക്ഷേ ഈ 85% എന്ന് നേരത്തെ പറഞ്ഞവർ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയും പണം ഉണ്ടാക്കാൻ വേണ്ടിയും ഒരു കോർപ്പറേറ്റ് ദൈവമാവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. BMW കാർ ഓടിച്ചു നടക്കുന്ന സന്യാസിമരങ്ങളുണ്ട്. അവർക്ക് BMW കാറിൽ അവർക്ക് പോകാൻ പറ്റുമോ? അതാണ് അവരുടെ വിചാരം. അവർ ഒന്നും തന്നെ മറ്റുള്ളവരെ സഹായിക്കില്ല. മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ അത് കോർപ്പറേറ്റ് ആളുകളിൽ നിന്ന് 1 കോടി രൂപ വാങ്ങിച്ചിട്ട് 10 ലക്ഷത്തിന് സഹായിച്ചിട്ട് ബാക്കി 90% അവർ ജീവിതം ആസ്വദിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ വെച്ച് ബിൽഡപ്പ് ചെയ്യുന്ന ഒരുപാട് അവതാരങ്ങളുണ്ട് ഇവിടെ. കേരളത്തിൽ ഇഷ്ടംപോലെ അവതാരങ്ങളുണ്ട്. ചിലർ വിജയിക്കും, ചിലർ തോറ്റു. ചിലർക്ക് അത്ര പറഞ്ഞ് കള്ളം പറഞ്ഞ് മലയാളിയെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയാലോ, നമ്മളെക്കാട്ടും വലിയൊരു കള്ളനയിൽ നമ്മൾ അംഗീകരിക്കും. അതുകൊണ്ട് കേരളത്തിൽ അത് വലിയ വില പോവില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാടുണ്ട്. എൻ്റെ കൂടെ സാധന ചെയ്യുന്ന ഒരു ഗുരു എന്ന് പറയാൻ പറ്റില്ല, സാധകൻ. പുള്ളി അദ്ദേഹം എന്നോട് തമിഴ്നാട്ടിൽ അദ്ദേഹം ഒരു ആശ്രമത്തിൽ ഇരിക്കുകയായിരുന്നു. വലിയ ആശ്രമമല്ല, കൊച്ചാശ്രമം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നൊരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ പോയിരുന്നു. ആ ആശ്രമത്തിലായിരുന്നു കുറച്ച് ദിവസം. പിന്നീട് അതിൽ നിന്നൊക്കെ പടങ്ങിപ്പോയി ഒരു ഗുഹയൊക്കെയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെല്ലാം ഇദ്ദേഹത്തെ വലിയ കാര്യം കൊണ്ട് അംഗീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സുഖമാണ്, എന്താവശ്യമുണ്ടെങ്കിലും അവരെല്ലാം സാധിച്ചുകൊണ്ടിരും. അങ്ങനെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പുള്ളിക്ക് പറ്റി. അപ്പോൾ അത് വളരെ കൂടി, ഒരു അപ്രീസിയേഷൻ കൂടി. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ എല്ലാം അറിയാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ അദ്ദേഹം വലിയൊരു ജ്ഞാനിയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നൊക്കെ. അപ്പോൾ ചിലർ വന്നിട്ട് പനിയാണെന്ന് പറയും. ഉടൻ ഞാൻ കുറച്ച് ഭസ്മം എടുത്തിട്ട് വാ തുറക്കാൻ പറഞ്ഞിട്ട് വായിക്കാത്ത ഇട്ട് കൊടുക്കും ഭസ്മം. എന്നിട്ട് കണ്ണടച്ചിരിക്കാൻ പറയും. ഇത് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. വീട്ടിൽ പോയി കിടന്നോ ഉറങ്ങിയോ, ഉറങ്ങിയിട്ട് പോകുമ്പോഴത്തേക്കും പനിയെല്ലാം പോകും. കറക്റ്റാக പനിയൊക്കെ പോകും. അതെങ്ങനെയാണ്? അത് ഞാൻ പനിക്കുള്ള ഗുളിക വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ച് അരച്ച് ഭസ്മത്തിനായിട്ടിട്ടുണ്ട്. അതല്ലേ അവന്മാർ കഴിക്കുന്നത്, പിന്നെ പനി പോയിരിക്കും. ഇതാണ് ഈ കള്ളത്തരങ്ങൾ ഞാൻ പറയുന്നത്. ഇതുപോലെ ഒരുപാട് കള്ളത്തരം കാണിക്കുന്ന ആധ്യാത്മിക പുരുഷന്മാരെ എല്ലാ മതത്തിലുണ്ട്. പണ്ടത് ഹിന്ദു മതത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്താണ്, പേപ്പർ അരച്ച്, കൃപാസനം എന്നൊരു പത്രമുണ്ട്, ആ പത്രം അരച്ച് ചമ്മന്തിയാക്കി കൊടുത്താൽ എല്ലാ പനിയും പോകും, എല്ലാ അസുഖവും പോകും എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ കാഴ്ചയില്ലാത്തന്നെ കാഴ്ചയിൽ. ഇതൊക്കെ വെറും കള്ളത്തരങ്ങളല്ലേ പ്രചരിപ്പിക്കുന്നത്, പച്ച കള്ളത്തരങ്ങളാണ്. ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ കള്ളത്തരങ്ങൾ കൊണ്ട് വളരാൻ ശ്രമിച്ചാൽ ആ പ്രസ്ഥാനം അവസാനം പൊളിഞ്ഞെന്ന് ആശയം. ഒരു സംശയം, അവസാനം കൂടെ നിൽക്കുന്ന എന്നെക്കാട്ടും വല്ല കള്ളന്മാരായിട്ട് മാറും അല്ലേ? ഞാൻ കള്ളത്തരം കാണിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെക്കാട്ടും വലിയ കള്ളത്തരമായിട്ട് മാറും. അപ്പോൾ ആ 85% വെറും കള്ളന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ച് മാനസിക രോഗങ്ങളുണ്ട്. പക്ഷേ 5% അത് റിയൽ പീപ്പിളാണ്. ഈ റിയൽ പീപ്പിൾ ഒരിക്കലും അവരുടെ ഈ സിദ്ധികൾ മറ്റുള്ളവരെ കാണിക്കില്ല. ഈ കയ്യിൽ ഒളിച്ചു വെച്ച ഭസ്മം വരുത്തുന്നത്, ലഡ്ഡു വരുത്തുന്നത്, ഇതൊക്കെ പച്ചക്കള്ളങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. യൂട്യൂബിലൂടെയൊക്കെ നമുക്കത് വളരെ വ്യക്തമാണ്, ഇത് മുഴുവൻ കള്ളമാണ്. ഒരുപക്ഷെ ആളുകളെ ആകർഷിക്കാൻ കാണിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ നമ്മൾക്ക് ഉപരിയായ ഒരു സിദ്ധി ആർക്കുമില്ല. ഇവരൊക്കെ വെറും സാധാരണ മനുഷ്യർ തന്നെയാണ്. വെറും കള്ളമാണ് ഇവർ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ അന്ധവിശ്വാസമാണിത് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു 5% ആളുകളെങ്കിലും ശരിക്കും സിദ്ധിയുള്ളവർ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താനൊരു സിദ്ധനാണെന്ന് പറയുവാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല. എനിക്ക് സിദ്ധികളുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പറയണം എനിക്ക് ആ സിദ്ധിയുണ്ട് ഈ സിദ്ധിയുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അയാൾ മാർക്കറ്ററാണ്. അയാൾ നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ്. കുറച്ച് പണക്കാരെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒരു ഏജൻ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരാളും ഒരു പരമസിദ്ധനും ഒരിക്കലും തനിക്ക് സിദ്ധിയുണ്ടെന്ന് പറയുകയില്ല. അവർ പ്രവർത്തിക്കും ചിലവ്, പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കില്ല. അത് തക്കല സ്വാമി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സമാധിയായിപ്പോയി. തിരുവനന്തപുരത്തുകാർക്കെല്ലാം അറിയാം, പൂന്തുറ സ്വാമിയുടെ ഒരു പരമ്പര ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ 3-4 തലമുറയായിട്ട് പൂന്തുറ എന്ന് പറയുന്ന കടൽ തീരത്ത് ഒരു അവധൂതനുണ്ടാവും. അവധൂതൻ എന്ന് പറഞ്ഞാൽ
ലൗകികമായ യാതൊരു കാര്യങ്ങളും താല്പര്യമില്ലാതെ ഈശ്വര ഭജനവും ഈശ്വര ധ്യാനവും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവധൂതന്മാരെന്ന് പറയുന്നത്. അവർക്ക് ഈ പരിവ്രാജകന്മാരാണ്. അവർക്ക് ഒന്നിനോടൊരു ബന്ധമില്ല. അവർക്ക് ഈശ്വരനിൽ മാത്രമാണ് അവർ കണ്ണും നട്ടിരിക്കുന്നതും എല്ലാം. മറ്റൊരു ലൗകിക ചിന്ത അവർക്കില്ല, അങ്ങനത്തെ ഒരു. അപ്പോൾ അവിടെ ശ്രീമൂലം തിരുനാളിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു സന്യാസി ഉള്ളതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദുസ്ഥാനിക്കാരനായിരുന്നു, തന്നെ മലയാളി ഒരുമല്ല. ഏതാണ്ടൊരു കണ്ടാലൊരു ഭ്രാന്തനെ പോലെയൊക്കെ ഇരിക്കും. ഭ്രാന്തന്മാർക്ക് സത്യത്തിൽ ഒരു പ്രത്യേക ഒഫീഷ്യൽ ഡ്രസ്സൊന്നുമില്ല. പക്ഷെ നമ്മൾ സിനിമകളിലും നാടകങ്ങളെ കണ്ടിരിക്കുന്ന പോലെ പൊടി പിടിച്ച വസ്ത്രങ്ങളും ജടയുമായിട്ടൊക്കെ ഒരു മൂലയിലിരിക്കും. ആരെന്ത് എന്ന് പറഞ്ഞ് സംസാരിച്ചാലും അവരോട് സംസാരിക്കില്ല, അഥവാ സംസാരിച്ചാൽ ഒന്നും വ്യക്തമാവില്ല. അങ്ങനെ ഒരു സ്വാമി. അപ്പം അദ്ദേഹം 2 കല്ലുകൾ ചേർത്ത് വെച്ച് മറ്റൊരു കല്ല് വെച്ച് ഇടിക്കും. എന്നിട്ട് പുകൾപ്പട്ട് എന്ന് പറയും. അതുകൊണ്ട് ഇദ്ദേഹത്തെ പുകൾപ്പട്ട് സ്വാമി എന്നാണ് വിളിച്ചത്. അദ്ദേഹം കുറേ കാലം ഉണ്ടായിരുന്നു. ശ്രീമൂലം തിരുനാൾ പോലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരുപാട് സിദ്ധികളുള്ളൊരു മനുഷ്യനായിട്ടാണ് കരുതുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം എവിടെ പോയി പിന്നെ കണ്ടില്ല. അത് കഴിഞ്ഞാണ് പൂന്ത്രസ്വാമി എന്നറിയപ്പെടുന്ന മഹാസിദ്ധനായ സന്യാസി അവിടെ വരുന്നത്. അദ്ദേഹം എത്രയോ വർഷം അദ്ദേഹം പിന്നെ ആഹാരം ഒന്നും കഴിക്കില്ലായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് കടലിലൊക്കെ പോയി മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ സാധാരണ നമ്മൾ കാണുന്ന ഒരു സന്യാസിയുടെ ജീവിത രീതിയല്ല. പക്ഷേ ഒരുപാട് മഹാത്മാക്കൾ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു തൊഴുവായിരുന്നു. അദ്ദേഹത്തെ വലിയൊരു സിദ്ധനായിട്ടാണ് കരുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട ആളാണ് തക്കലസ്വാമി. അദ്ദേഹം ഞാൻ നന്നായിട്ട് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് വളരെ നല്ലൊരു യോഗിക് ബോഡിയായിരുന്നു, വളരെ സൗന്ദര്യമുള്ളൊരു ബോഡിയായിരുന്നു. ജടയൊക്കെ വളർത്തിയിട്ട് അദ്ദേഹം ആരെയും ശ്രദ്ധിക്കില്ലായിരുന്നു. ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതിന് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ചെറുപ്പകാലത്ത് ഞാൻ പറയണം. പിന്നീട് വളരെ സോഫ്റ്റായി. നമ്മളൊക്കെ അടുത്തില്ലെങ്കിൽ അദ്ദേഹം ചീത്തയൊക്കെ വിളിച്ചു വിടും, നമ്മൾ ഓട്ടിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറാൻ മറ്റുള്ളവർ പ്രേരിപ്പിച്ച അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് അദ്ദേഹം അതായത് ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഞാൻ സാധന സമയമായതുകൊണ്ട് ഞാനൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് തന്നെ. അതൊക്കെ അവരെറിയും, നമ്മൾ മുന്നോട്ട് പോയേ പറ്റും. നമ്മൾ തേടി കിടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഞാനോടൊപ്പം അപ്പോൾ അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹം വളരെ വയസ്സായ ശേഷം ഇങ്ങനെ ജടയൊക്കെ അങ്ങനെ വളരെ നീണ്ടു വളർന്ന് അതിൽ കിടന്നാണ് ഉറങ്ങുന്നത്. വളരെ കുറച്ച് ആഹാരമേ കഴിക്കില്ലെന്നാണ് പറയുന്നത്. ചായ മാത്രമേ കുടിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊരു ചായ കഴിച്ച് സീറ്റൊക്കെ വലിച്ച് അങ്ങനെ ഇരിക്കുന്നൊരു സ്വാമി. നമുക്കൊരു സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത് നിന്നിരിക്കുമ്പോൾ നമുക്ക് ഈശ്വരനിലേക്കുള്ള മാർഗം പറഞ്ഞു തരണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു വിഷമുണ്ട് അതിനൊന്ന് ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളെ ഓടിച്ചു വിടുകയും ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധന രീതി. അതായത് ഇത് എൻ്റേതല്ല എന്ന ഭാവത്തിൽ, ഈ ലോകം എൻ്റേതല്ല, ഈ മണ്ഡലത്തിലല്ല ഞാനുള്ളത്, ഞാൻ മറ്റൊരു മണ്ഡലത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പരാർത്ഥഭാവം. മറ്റുള്ളവരുടെ ഇതല്ല, ഇത് എൻ്റേതല്ല, ആ മനസ്സ്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ ചെന്നിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമെങ്കിലും എനിക്ക് ഈ മറ്റുള്ളവർ പറയുന്ന പോലെ ഭയങ്കര സിദ്ധപുരുഷനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അനുഭവം വന്നിട്ടില്ല. അതുകൊണ്ട് അനുഭവം വന്നാലും ഞാൻ യുക്തിയുടെ പാര കൊണ്ട് കുത്തി നോക്കും, അതിനകത്ത് വല്ലോട്ടും, അല്ലാതെ ചുമ്മാ വിശ്വസിക്കാൻ തയ്യാറാവില്ല. എന്നാലും അദ്ദേഹം ഒരു ശാന്തസ്വരൂപനായിട്ടായിരുന്നു കിടക്കുന്നത്. എനിക്കിഷ്ടമായിരുന്നു അങ്ങനത്തെ ആളുകളെ. അവിടെ പോയി ധ്യാനിക്കാൻ നല്ല രസമാണ്. മണൽപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കും. വലിയൊരു ആളുടെ അടുത്ത് നമ്മളിരുന്ന് ധ്യാനിക്കുന്നത് പോലെ, ഒരു അമ്പലത്തിൽ ചെന്നിരുന്ന് ധ്യാനിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലബാറിൽ നിന്നൊരു ഫാമിലി, കുറച്ച് പേര് അദ്ദേഹം എപ്പോഴും കണ്ടിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കും. അവരവിടെ വന്നിട്ട് അവർ വന്ന് അദ്ദേഹത്തെ തൊഴുതുന്നു. അപ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, ഞങ്ങൾ വളരെ ശ്രമിച്ചിട്ടും അവർക്ക് പറ്റിയൊരു വരനെ കിട്ടുന്നില്ല, സ്വാമി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം നോക്കി, എന്നിട്ട് പറഞ്ഞു, ആരാടാ പറഞ്ഞു ഇവിടെ നിന്ന് കല്യാണം നടക്കും? അയാൾ ഞെട്ടിപ്പോയി. ഇവിടെ നിന്ന് കല്യാണം നടക്കില്ല, പോടാ. അപ്പം ഇദ്ദേഹം ചബി പോയി. പുള്ളി ഗൃഹനാഥനായിട്ട് വന്നിരിക്കില്ലേ, ചെന്ന് പറയുമ്പോൾ ഒന്ന് ഭസ്മൊക്കെ കൊടുത്തിട്ട് നീ ശരിയാവൂടാന്ന് പറയോ, അല്ലെങ്കിൽ നാം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയോ, അല്ലെങ്കിൽ 2 കോഴിയെ കൊണ്ട്, കറുത്ത കോഴിയെ കൊണ്ട് ഇവിടെ കൊടു, അപ്പം എല്ലാം ശരി. അങ്ങനെ ഒന്നുമല്ല, പറഞ്ഞു പോടാ, ഇവിടെ വന്ന സംബന്ധം നടക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള ആണ് സിദ്ധപുരുഷന്മാർ. സത്യത്തിൽ അനുഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, പ്രാർത്ഥിക്കുകയോ വേണ്ടേ?
ഞാൻ മനസ്സിലായി. ഇങ്ങനെ മൈൻഡ് ചെയ്യൊന്നുമില്ല അവർ. അത് കുറച്ച് ക്രൂരമായിപ്പോയി എനിക്ക്. കാരണം ആ അച്ഛൻ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. എന്തോ കാര്യം കൊണ്ട് ആ കുട്ടിയുടെ കല്യാണം നടക്കണമല്ലോ. പിന്നെ അവർ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് ടാറ്റ സുമോയിൽ കാറിലാണ് അവർ വന്നത്. അവരുടെ കൂടെ കാർ കയറി, കാറ് അങ്ങോട്ട് പോകുന്നത് ഇദ്ദേഹം നോക്കി. എന്നിട്ട് ആ കൈകൾ ഹൃദയത്തോട് ചേർത്ത് 2 മിനിറ്റ് അദ്ദേഹം പ്രവർത്തിച്ചു. എന്നിട്ട് വിട്ടു. എന്ന് പറഞ്ഞാൽ താൻ കാരണമാണ് ആ വിവാഹം നടക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നത് എന്ന് അവരറിയുന്നത് ഇദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. സത്യത്തിൽ ശരിക്കും ആധ്യാത്മിക ശക്തിയുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുപോലെ മാരിയമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കന്യാകുമാരിയിലുണ്ടായിരുന്ന അമ്മായിയമ്മ, ഒരുപാട് പട്ടികളും ഒക്കെ കൂടെ നടക്കും. ഞങ്ങളൊരിക്കൽ ഒരു ധ്യാനത്തിനായിട്ട് പോയി. എന്നുവെച്ചാൽ കുറേ ആളുകളോട് ചേർന്ന് ഞാൻ പോയി. കന്യാകുമാരി ചെന്ന് അവിടെയൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെ വിവേകാനന്ദ സ്വാമിയുടെ ഒരു സ്മാരകമുണ്ട്. അത് സ്റ്റീലുള്ള അല്ലാതെ ഒരു സ്മാരകമുണ്ട്. അവിടെ ധ്യാനിക്കാൻ നല്ല രസമാണ്. ചുറ്റും വേറെ സ്വാമിയുടെ ഒരു പ്രതിമ, ചുറ്റും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മായി അമ്മയുടെ ഒരു സ്ഥലമുണ്ട് അവിടെ. ഞങ്ങളവിടെ തൊഴുതുമ്പോൾ ഒരു പട്ടി ഞങ്ങളുടെ കൂടെ വന്നു. ഈ മായിയമ്മ അന്ന് അപ്പോഴത്തേക്ക് സമാധി അല്ല, അദ്ദേഹം അവരെ ഇളയരാജയ്ക്കൊക്കെ തമിഴ്നാട്ടിലെല്ലാം കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് അവിടെ താമസിപ്പിക്കാൻ എന്തോ ചെയ്തു. മായിയമ്മ അവിടെ ഇല്ല, സമാധിയായെന്ന് തോന്നുന്നു, അതിന് ശേഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പട്ടി ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ എൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്, അവർ പട്ടി ഞങ്ങളുടെ കൂടെ വരുന്നത് ഇരിക്കട്ടെ. ഞങ്ങൾ പോയി എൻ്റെ സ്വാമിയുടെ ആ പ്രതിമയുടെ ചുറ്റും ഞങ്ങളിരുന്നു. ആ പട്ടി ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. എന്നിട്ട് എൻ്റെ വലത് ഭാഗത്ത് വന്നിരുന്നു. ആ 2 കൈയും വെച്ച് യോഗാസനത്തിലിരുന്നു. ഞങ്ങൾ ധ്യാനത്തിലിരുന്ന് 1 മണിക്കൂറും ഈ പട്ടി അനങ്ങിയിട്ടില്ല. പൂർണ്ണ ധ്യാനത്തിരിക്കും പോലെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു. മായിയമ്മയുടെ അവിടെ വന്നപ്പോൾ പട്ടിയും കയറി. നമുക്കിത് പറയാം, ഇതൊക്കെ യാദൃച്ഛ്യമാണ്, ആയിരിക്കാം. പക്ഷെ ഒരു സാധകൻ്റെ കണ്ണിൽ ഇതൊക്കെ പെടും. പ്രത്യേകിച്ച് സാധന ഇതൊക്കെ വേണം. നമ്മൾ ഈ വഴിയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഒരു തെളിവ് കിട്ടുന്നതല്ലേ. പട്ടികൾ ധ്യാനിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അനങ്ങാതെ, വാലു പോലും അനക്കാതെ 1 മണിക്കൂർ അത് ധ്യാനത്തിലേ ഉണ്ട്. ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞിട്ട് അത് എണീച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അത് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ പട്ടിയെ പറ്റി വലിയൊരു അപ്രീസിയേഷൻ ഉണ്ടായി. അപ്പോൾ മാരിയമ്മയുടെ കൂടെ കുറേ പട്ടികൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും അവർ. ഈ നമ്മുടെ പൂന്ത്രസ്വാമി പോലെ ചീത്ത വിളിക്കുന്നതാണ് എന്തോ എന്തായാലും. അപ്പം ഇങ്ങനെ നടക്കുന്നവരിൽ യഥാർത്ഥത്തിൽ ആളുകളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ സത്യമല്ല. ഒരുപക്ഷെ അവസാന ജന്മത്തിൽ അവർക്കൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ട് കർമ്മം ഉണ്ടാവില്ല. അവരങ്ങനെ ഒരു ആളുകളുടെ ശല്യങ്ങളൊന്നുമില്ലാതെ ഒരു പ്രത്യേക തരത്തിൽ ജീവിച്ചു പോകാൻ അവരാഗ്രഹിക്കും. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുഃഖം കൊണ്ടായിരിക്കാം, നമ്മുടെ വിഷമം കൊണ്ടായിരിക്കാം, നമ്മുടെ വീട് പണി തീരാത്തതാവാം, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ജയിലിൽ പോകുന്നതിൻ്റെ വിഷമമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളില്ലാത്തതായിരിക്കാം, വോട്ടോതായിരിക്കും. നമ്മുടെ ഒരു ലൗകിക ജീവിതത്തിൻ്റെ ദുഃഖം കൊണ്ട് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് പരമപുച്ഛം തോന്നും. കാരണം എന്താണ്? ഇതൊന്നും അല്ലല്ലോ ജീവിതം. ഇതിൻ്റെ പിറകിലല്ലോ മനുഷ്യൻ നടക്കേണ്ടത്. മനുഷ്യൻ നടക്കേണ്ട ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പിറകെയല്ലേ. എത്ര കോടി സമ്പാദിച്ചിട്ട് എന്താ? എത്ര വലിയ വീടുണ്ടായിട്ടെന്താ? എന്ത് പ്രസിദ്ധി ഉണ്ടായിട്ടെന്താണ്? അവസാനം നമ്മളൊരു എന്താണ് കുറേ ബ്ലാക്ക് ഹാറ്റുകളുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രസിഡന്റ് പോലെയല്ലേ. പൂജപ്പുര ജയിലിൽ നിന്ന് കോടതിയിലേക്ക് ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ 4 പേരെ പിറക്കെ 4 ചുറ്റും നിൽക്കും തോക്കുമായിട്ട്. അതുപോലെയല്ലേ ഈ VVIP നടക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമോ? ആളുകളോട്, സാധാരണക്കാരോട് സംസാരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ അവർ സ്വയം ഒരു വലിയ ഒരു ജയിലിലായി പോകും. ഒരു സഞ്ചരിക്കുന്ന ജയിലാണ് അവർക്ക്. അതുപോലെയല്ലേ അങ്ങനെ സഞ്ചരിക്കുന്ന ജയിലിൽ പോയാൽ മനുഷ്യന് സന്തോഷം ഉണ്ടാവും? ഒരിക്കലും ഇല്ല. ഒരു ലിമിറ്റിനപ്പുറം പണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. ഒരു അതിർത്തിക്കപ്പുറം പണം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ, ഡയബറ്റീസ്, അതും തുമ്പും എല്ലാം കയറി വരും. മനുഷ്യൻ്റെ സന്തോഷം മുഴുവൻ പോകും. കുടുംബം തകരും. മക്കളെ കാണാൻ പറ്റില്ല. ഒരിക്കൽ പ്രൈം മിനിസ്റ്ററിൻ്റെ മകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, 6 മാസത്തിൽ കൂടി ഇടയ്ക്കിടയ്ക്കാണ് അച്ഛനെ ഒരു ദിവസം കാണുന്നത്. തൻ്റെ ബാല്യകാലത്തിലും കൗമാരത്തിലും അച്ഛനെ കാണുകയില്ല അതൊരിക്കലും. അപ്പം നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തിനങ്ങനത്തെ ഒരു കുട്ടി? സാധാരണക്കാർക്ക് പോലും വീട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ കുട്ടി വരാതെ കാത്തുന്ന അച്ഛൻ വന്നു എന്ന് ഓടി വരുമ്പോൾ അവരെ പോയി കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സുഖം അനുഭവിക്കാൻ കഴിയില്ല. പിന്നെ അച്ഛനെ നടന്നതിൻ്റെ കാര്യം എന്താ? മകൻ്റെ പേരിൽ വലിയൊരു ഡെപ്പോസിറ്റ് സ്വിസ് ബാങ്ക് ഇട്ട് കൊടുത്താൽ മതിയാണ്. അത്
അതൊന്നുമല്ല കാര്യങ്ങൾ. അപ്പോൾ സത്യത്തിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകും ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ എത്തുമ്പോൾ. അതാരും മനസ്സിലാക്കാതെ ഒരു സെലിബ്രിറ്റി ആവാൻ വേണ്ടി പറ്റുമെങ്കിൽ എല്ലാ പത്രത്തിലും പടം വരണം, ഇൻ്റർവ്യൂ വേണം, എനിക്ക് ആ റോള് വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ സ്ഥാനം വേണം, എനിക്ക് മന്ത്രി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് പിറക്കേണ്ടൊക്കെ. ഒരു കേന്ദ്രമന്ത്രിയുടെ മരുമകൻ എന്നോട് പറഞ്ഞാണ്, അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ബ്ലാക്ക് കാറ്റുകളിലൂടെ പറയണം. ബ്ലാക്ക് കാറ്റുകൾ വന്ന് ടോയ്ലറ്റ് തുറന്ന് എല്ലാം പരിശോധിച്ച ശേഷം നമുക്കകത്ത് ടോയ്ലറ്റിലേക്ക് പോകാം. എന്നിട്ട് ടോയ്ലറ്റിൻ്റെ വാതിലടച്ചിട്ട് ഇയാൾ ഗണ്ണുമായിട്ട് പുറത്ത് കാത്തു നിൽക്കും. നമ്മൾ കാര്യമൊക്കെ ശ്രമിച്ചിട്ട് വെളിയിൽ വന്ന് തട്ടുമ്പോൾ അയാൾ തുറന്നു. ഇങ്ങനെ സെക്യൂരിറ്റിക്കാർ വിചാരിച്ചാലേ നമുക്ക് ടോയ്ലറ്റ് പോലും പോകാൻ പറ്റുന്നു. അവിടെ എന്താണ് നോക്കൂ, എങ്ങനെയാണ് ഈ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി സെലിബ്രിറ്റി സ്റ്റാറ്റസും പണവും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം വെറും ഒരു തടവുകാരനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതായി പോകും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിക്കാൻ. നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത് വളരെ ലളിതമായിരിക്കണം. ആ ലളിതം മുഴുവൻ കളഞ്ഞു കുളിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാനും അവരുടെ മുകളിൽ ഞാനാണ് എന്തോ വലിയ ആളാണെന്ന് ഭാവിക്കാനും ആളുകളെ കൊണ്ട് തന്നെ പൂഴ്ത്തിക്കൊണ്ടുള്ള ലീഫ്ലെറ്റുകൾ ഇറക്കുക, പത്രങ്ങൾ ഉണ്ടാക്കുക, പത്രങ്ങളൊക്കെ എഴുതുക, ടി വി കൂടെ ഞാൻ ഭയങ്കര ആളാണെന്ന് അഭിനയിക്കുകയാണ്. പലരും മൈക്കിന് പോയി കിടന്ന് അഭിനയിക്കുകയാണ്. ഇല്ലാത്ത ഉള്ളിലുള്ള ഒരു ഭയങ്കരമായ ഒരു ആനന്ദ അനുഭൂതിയാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വെറും അഭിനയിക്കുകയാണ്. അങ്ങനെ ആകുന്ന 85% വരെ കളയും. നമ്മളിന്ന് ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ സമാധിയായി പോയിട്ടും ഇന്നും മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന ആധ്യാത്മിക വ്യക്തികളെ ഒന്ന് മനസ്സാലോചിച്ചു നോക്കൂ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, അവർക്ക് കഴിഞ്ഞ തലമുറയല്ലേ. ആര്യഭടൻ, എടുത്തു നോക്കൂ അവരെ. ശങ്കരാചാര്യ എടുത്തു നോക്കൂ, നമ്മുടെ ഷിർഡി സായിബാബ എടുത്തു നോക്കൂ, രമണ മഹർഷി എടുത്തു നോക്കൂ, ശ്രീരാമകൃഷ്ണ പരമഹംസർ എടുത്തു നോക്കൂ, വിവേകാനന്ദ സ്വാമി എടുത്തു നോക്കൂ. ഇവരിൽ ആരെങ്കിലും വേഷം കെട്ടുകാരാണോ? ഇവരാരെങ്കിലും അവർ ഭയങ്കര ആളുകളാണെന്ന് പറഞ്ഞ് നടന്നോ? ഇവരാരെങ്കിലും ശിഷ്യന്മാരെ കൊണ്ട് ലീഫ്ലെറ്റ് വിതരണം ചെയ്യിച്ചോ? ഒന്നും ചെയ്യില്ല. അവരിൽ നിൽക്കുന്നുള്ളൂ. അവരല്ലാതെ സ്വന്തമായിട്ട് ഇങ്ങനെ വേഷം കെട്ടിയ വലിയ വലിയ കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ വലിയ മാതാജിയാണ്, ആചാര്യനാണ് എന്ന് പറഞ്ഞ വേഷം കെട്ടിയവരൊക്കെ ഇവിടെ പോയി. അവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് പറയാനുണ്ടായിരുന്നോ? ആധ്യാത്മിക വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു സാധകൻ എന്തൊക്കെ പ്രശ്നമാണ് ജീവിതത്തിൽ വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരായിരുന്നു അവരൊന്നുമല്ല. അവർ കുറേ കാണാതെ പഠിച്ച് പ്രസംഗിച്ചു, ഇല്ലാത്ത നാടകങ്ങളൊക്കെ മൈക്കിന് മുമ്പ് കിടന്ന് കാണിച്ചു, ആളുകളെ പറ്റിച്ചു, ഒരുപാട് പണം ഉണ്ടാക്കി. ഗുരുക്കന്മാരെ കാണാൻ 1,00,000 രൂപ. ഇതിനാണ് ഗുരുക്കന്മാരെ ഒന്ന് കാണണമെങ്കിൽ. അങ്ങനെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കച്ചവടം നടക്കുന്ന കാലമാണ് ഇന്ന്. വളരെ വളരെ കച്ചവടം. ഇതുപോലെ കച്ചവടം നടത്തി ഒരുപാട് പേരില്ലേ? രാജാക്കന്മാർ പോലും വന്ദിച്ചിരുന്ന ഗുരുക്കന്മാരില്ലേ? എന്തേ അവരുടെ ഒന്നും പേര് നമ്മൾ കേൾക്കാത്തത്? ശ്രീനാരായണ ഗുരുദേവന് അവസാനം ഒരു റിക്ഷ മാത്രമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അവസാനം ഒരു കാറ് കിട്ടിയെന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം BMW കാർ കയറി നടന്നില്ല. ചട്ടമ്പിസ്വാമിക്ക് അതുമില്ല. ശ്രീനാരായണ ഗുരുദേവന് ഉണ്ടായിരുന്നത് ആപ്പടെ ഒരു കട്ടിലും ഒരു വിശറിയൊക്കെയാണ്. ഇന്നോ ഒരു ആധ്യാത്മിക പുരുഷനാവാൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ ബംഗ്ലാവുകളും വലിയ കാറുകളും ഒക്കെ വേണം അല്ലേ? നിങ്ങൾ ഒരു ജോഡി ചെരുപ്പും 2 ജോഡി വസ്ത്രങ്ങളും മാത്രമേ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാവെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു യേശു ക്രിസ്തു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന വലിയ 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 തിരുമേനിമാരെ എങ്ങനെയാണ് നടക്കുന്നത്? ഏറ്റവും വലിയ കാറുകൾ അല്ലേ, ഏറ്റവും വലിയ വസ്ത്രങ്ങൾ ധരിച്ച്. ക്രിസ്തുവൻ പറഞ്ഞ ഒരു ഭയങ്കര രസമുള്ള സെൻറ്റൻസ് ഉണ്ട്. അതായത് ഈ മതത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളെ കുറിച്ച്. അവരുടെ പട്ടകൾ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് അച്ഛന് ഇത്ര ചെറിയ ബെൽറ്റാണ്, തിരുമേനിക്ക് ഇത്ര ബെൽറ്റുണ്ട്, മാർപ്പാപ്പയ്ക്ക് ഇത്ര വലിയ ബെൽറ്റ്. എന്തിനീ പട്ട വലുതാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഒന്ന് അനുകരിച്ചൂടെ ജീവിതത്തിനകത്ത്? എങ്കിൽ എന്തുമാത്രം വാല്യൂ ഇന്ന് ചെറുപ്പക്കാരുടെ കണ്ണിൽ ഈ ആധ്യാത്മിക കാണുമായിരുന്നു. അവരെ പോലെ തന്നെ പണത്തിൻ്റെ പുറകെ ഓടുന്നവരാണ് ആധ്യാത്മിക പുരുഷന്മാർ. എന്താ വ്യത്യാസം? എനിക്ക് അമേരിക്ക പോയി പ്രസംഗിക്കണം, അവിടെ നിന്ന് ഡോളർ കൊണ്ടുവരണം, എനിക്ക് പിന്നെ ഭയങ്കര മാർബിളൊക്കെ ഇട്ട് ഒരു ആശ്രമം കിട്ടും, അതിനകത്ത് AC റൂം വെച്ച് ധ്യാനിക്കണം. ചട്ടമ്പിസ്വാമി AC റൂമിലാണ് ധ്യാനിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ AC റൂമിൽ ധ്യാനിച്ചോ? വിവേകാനന്ദൻ എങ്ങനെയാണ് ഭിക്ഷാടനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം? പൈസ ഇല്ലാതെ, ഒരു പൈസ പോലും കയ്യില്ലാതെ അദ്ദേഹം ലോകം മുഴുവൻ കറങ്ങി നടന്നു. എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ തീവ്രമായ സാധന കാരണം. തീവ്രമായ സാധനയും എങ്ങനെ ഉണ്ടോ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചില്ലേ? ക്രിസ്തുദേവനും സഹിച്ചു, മുഹമ്മദ് നബിയും സഹിച്ചു, ശ്രീരാമകൃഷ്ണ പരമഹംസനും വെച്ചാൽ എല്ലാവരും സഹിച്ചു. അങ്ങനെയാണ് ഈ ആധ്യാത്മികം ഉണ്ടാക്കിയത്.
ആ ആധ്യാത്മികതയിൽ ചിലപ്പോൾ നമുക്ക് ചില മണ്ഡലങ്ങളിലേക്ക് ആക്സസ് കിട്ടുമ്പോൾ നമുക്ക് ചില സിദ്ധികളുണ്ടാകും. ആ സിദ്ധികൾ മറ്റുള്ളവർക്ക് കാണിക്കാനുള്ളതല്ല. നമുക്ക് മറ്റുള്ളവരുടെ ഒരു അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിക്കാം. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അത് മനുഷ്യത്വമാണ്. എൻ്റെ സങ്കല്പം കൊണ്ട് ഇന്ന കാര്യം നടക്കണം എന്ന് ഞാൻ തീവ്രമായ സങ്കല്പത്തോട് ധ്യാനിച്ചാൽ നടക്കും, ഒരു സംശയമില്ല. അത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഫലം ഞാൻ ഇച്ഛിച്ചു പോയോ പിന്നെ നടക്കില്ല. ഭാഗവത്തിൽ ശ്രീകൃഷ്ണൻ്റെ മകൻ സാമ്പൻ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ ചെയ്ത ആളാണ്. യാദവകുലം മുഴുവൻ നശിച്ചു പോയി. ഭൗതികമായിട്ടുള്ള വാസന കൊണ്ടും മദ്യം കൊണ്ടും ഒക്കെ നശിച്ച കുലമാണ് ശ്രീകൃഷ്ണൻ്റെ കുലം. അപ്പോൾ അതിൽ സാമ്പൻ, ശ്രീകൃഷ്ണൻ്റെ മകൻ തന്നെ, വളരെ മോശമായ ജീവിതം നയിച്ച ആളാണ്. പിന്നീട് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. നാരദൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി, നീ ചെയ്തത് മുഴുവൻ വലിയ തെറ്റാണെന്ന് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം അവന് വലിയൊരു അസുഖമൊക്കെ വന്നു. അസുഖമൊക്കെ വന്ന് അതിൽ നിന്നുള്ള ചികിത്സയ്ക്കൊക്കെ പോയി. അങ്ങനെയൊക്കെയാണ് മാനസാന്തരം വന്നത്. അപ്പോൾ അദ്ദേഹം സൂര്യഭഗവാന്റെ ഒരു വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു. ശ്രീകൃഷ്ണൻ്റെ കാലം കഴിഞ്ഞാണ് ഞാനീ പറയുന്നത്. അതിൽ ഒരു അമ്പലത്തിൽ പൂജിക്കാൻ വേണ്ടിയുള്ള ഒരു പോറ്റി അദ്ദേഹം അങ്ങനത്തെ ഉള്ള ആചാര്യനെ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിലുള്ള കംസൻ്റെ അച്ഛനായ അവർ പൂജകന്മാരായിരുന്നു. അതിലൊരാളെയാണ് സമീപിച്ചത്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് വന്ന് ഇവിടെ പൂജകനായിട്ടിരിക്കുകയാണെങ്കിൽ ഇത്ര ദക്ഷിണ ഞാൻ തരാം, ഇത്ര സ്വർണം ദക്ഷിണയായിട്ട് തരാം. അപ്പോൾ പുള്ളി പറഞ്ഞു, കംസൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാണ് പറയുന്ന ഭാഗത്തിൽ, നീ എനിക്ക് ഈശ്വര പൂജയ്ക്ക് ദക്ഷിണ തരുന്നത്, ഈശ്വര പൂജ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ദക്ഷിണ തരുവാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഈശ്വര പൂജയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടി ദക്ഷിണ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ജന്മം ഞാൻ ലോകത്തെ ഏറ്റവും വലിയ നികൃഷ്ട ജീവിയായിട്ട് ജനിക്കുന്നു. എനിക്ക് പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾ പൂജിക്കൊന്നുമില്ല. നോക്കൂ, ഇത് നമുക്കിപ്പോൾ ആപ്ലിക്കബിൾ ആണോ? അമ്പലത്തിൽ ഏതെങ്കിലും ഒരു പോറ്റി നിങ്ങൾക്ക് ദക്ഷിണ ഇല്ലാതെ പൂജിക്കും? നമുക്കെപ്പോഴും അതിന് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ശരിയാണ്, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും അത്ര വളർന്ന് പന്തലിച്ചു. എനിക്ക് അമേരിക്കൻ ഡോളർ വേണം, എനിക്ക് ജാപ്പനീസ് വൈഫ് വേണം, എനിക്ക് ഇൻ്റർനാഷണൽ ടൂർ വേണം, അങ്ങനെ ഒരു സെക്ഷൻ. ചൈനീസ് കുക്ക് വേണം, പിന്നെ പുതിയൊരു ക്രൈസുണ്ട്, ഇന്ത്യൻ ഗുരു വേണം. ആകട്ടെ ഇന്ത്യൻ ഗുരു എന്ന് പറയും പോലെ, അതെന്തോ ഭയങ്കര പണക്കാരെ മാത്രം ഉപദേശിക്കുന്ന ഒരു ഗുരു. ഇത്തരത്തിലുള്ള മോഹങ്ങളിങ്ങനെ നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അതിനടുത്തതിൽ വരുമ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം, അല്ലെങ്കിൽ ഗോവയിൽ പോയി അടിച്ചു പൊളിക്കണം. ഗോവയിൽ ഇപ്പോൾ എന്താ അടിച്ചു പൊളിക്കണം? അവിടുത്തെ കടലിൽ തന്നെ ശംഖുമുഖത്തുള്ളത്, അത് തന്നെ കോളത്തിൽ. അവിടെ എന്താ പ്രത്യേകത? ഒരു പണക്കാരൻ്റെ കൂടെ പറയുന്നത്, ഞാൻ ജനുവരിയിൽ ഗോവയിൽ പോവും. ഞാൻ എന്ത് ബീച്ചിൽ പോകണമെങ്കിൽ ഇവിടെ വയ്ക്കൂടെ? അല്ല, അവിടെ ഇപ്പം മീനിന് വില കുറവാണ്. എന്താ ഗോവയിൽ പോയി ലക്ഷങ്ങൾ കൊടുത്ത് താമസിച്ചിട്ട് മീനിൽ 5 രൂപ കുറവുണ്ട്, അത് തിന്നാൻ പോകും. മനുഷ്യൻ്റെ ഭ്രാന്താണിത്. അതിൻ്റെ പിറകെ ആധ്യാത്മിക ജീവിതം സഞ്ചരിച്ചു, ഒരു സംശയമില്ല. അവർക്ക് വലിയ കൊട്ടാരങ്ങളെ പറ്റും. ക്രിസ്തു പറഞ്ഞു, നീ ഒരിക്കലും അത്താഴത്തിന് മുഖ്യാസനം ചോദിക്കരുത്, ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഒരിക്കലും അവരെ തിരിച്ചാക്ഷേപിക്കരുത്. എന്തൊക്കെയാണ് ക്രിസ്തുവൻ പറഞ്ഞു കൊടുത്തത് ശിഷ്യന്മാർക്ക് വേണ്ടി? എന്നിട്ട് അദ്ദേഹം മനോഹരമായ സെൻറ്റൻസും പറഞ്ഞു ഈ സാധനയിൽ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച്. അവർ മണലാരണ്യങ്ങളും കടലുകളും കടന്നു പോകും. അതിനിപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. അവർ മതം മാറ്റുന്നവർ അവർ പതിക്കുന്ന നരകത്തെക്കാൾ കൊടിയ മതത്തിൽ പോയി പതിക്കും. കൊടിയ നരകത്തിൽ പോയി പതിക്കും. അതായത് സാധന ചെയ്ത് ജീവിക്കാത്തവൻ, സിമ്പിൾ ലൈഫ് ആൻഡ് ഹൈ തിങ്കിങ് ആൻഡ് ഡീപ്പ് സാധന, ഇതില്ലാത്തവന് ഈ തരത്തിലുള്ള യാതൊരു സിദ്ധികളും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവുകയില്ല. പിന്നെയോ കാണിക്കുന്നതോ അതൊക്കെ വെറും പച്ചക്കള്ളമാണ്. എങ്കിലും ഇതൊക്കെ പച്ചക്കള്ളാണെന്ന് ചോദിച്ചാൽ അല്ല. എവിടെയോ ഉണ്ട് 100 മുത്തുച്ചിപ്പികൾ എടുത്തു നോക്കുമ്പോൾ അതിൽ 1 പവിഴമരി. ആ പവിഴത്തെ വില മനസ്സിലാക്കിയിട്ട് ആളുകൾ അതിനെ തേടി പോകും. അപ്പോൾ നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇവിടെ ഇത് അവസാനിപ്പിക്കാം. ഈ സിദ്ധി ഉണ്ടാകുന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഹീറ ഗുഹയിലെ എത്രയോ കഠിനമായ ധ്യാനത്തിലൂടെ പ്രവേശിച്ചിട്ടാണ് ഈ ഖുറാൻ്റെ വാക്കുകളൊക്കെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താണല്ലോ ഇതൊക്കെ, ഈശ്വരൻ പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ ആ കഠിനമായ ധ്യാനത്തിലൂടെയാണ്. ക്രിസ്തുദേവനും അങ്ങനെയാണ്.
അങ്ങനെ എത്രയോ വർഷം ധ്യാനിച്ചതിന് ശേഷമാണ് സാക്ഷാത്കാരത്തിലെത്തുന്നത്. അത് അദ്ദേഹം ഹിമാലയത്തിൽ നിന്ന് ധ്യാനിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സിദ്ധിയെ ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് കരുതരുത്. അങ്ങനെ ഒരു സിദ്ധി നമുക്കുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ലജ്ജ തോന്നണം. അതായത് സാധാരണ ഹ്യൂമൻ ബീങ്സിന് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈശ്വര ഭക്തി കൊണ്ട് കഴിയും എന്നൊരവസ്ഥയിലെത്തിയാൽ അതൊരിക്കലും പ്രകടിപ്പിക്കരുത്, ലജ്ജ തോന്നണം. അങ്ങനെ അദ്ദേഹം പറയുന്ന മനോഹര ഉപമ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരു പബ്ലിക് പ്ലേസ് വെച്ച് ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പബ്ലിക് പ്ലേസ് വെച്ച് ആർത്തവം ഉണ്ടായാലും സ്ത്രീകൾക്കൊന്നുമില്ല, അതിനുള്ള ടെക്നിക്സ് ഒക്കെ അവർക്കറിയാം, സാധനങ്ങളെ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അല്ലാത്ത സ്ഥിതിയിൽ ഒരു പബ്ലിക് പ്ലേസ് വെച്ച് ഒരു സ്ത്രീക്ക് പണ്ട് ആർത്തവം വരികയാണെങ്കിൽ അവൾ എന്തുമാത്രം ലജ്ജിക്കും അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര നാണക്കേട് തോന്നും. അത് തോന്നണം. എന്താണ്? ഈ സിദ്ധി ഉണ്ടായാൽ അത് കാണിച്ച മനുഷ്യനെ വരട്ടി ജീവിക്കാനുള്ള അല്ല എന്ന് നബിയാണ് പറയുന്നത്. അതുതന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസര് ഒരിക്കൽ ധ്യാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയുടെ ചുറ്റും ഇങ്ങനെ ഒരു ഓറ വന്ന് നിറഞ്ഞു, ഒരു ലൈറ്റ്, ഒരു പ്രകാശം വന്ന് നിറഞ്ഞു. ശിഷ്യന്മാരൊക്കെ കൂടെ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമിയുടെ തലയ്ക്ക് ചുറ്റും ഭയങ്കര പ്രകാശം കാണുന്നു. രാമകൃഷ്ണ പരമഹംസർ ഓടിച്ചെന്ന് കണ്ണാടി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, ചുറ്റും ഒരു സുവർണ കളറ്. അദ്ദേഹം ഓടിച്ചെന്ന് കാളിയുടെ പ്രതിമയുടെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വീണിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, എന്നെ നശിപ്പിക്കല്ലേ, ഇതങ്ങ് എടുത്ത് കളയണേ, എന്നെ ഇല്ലാതാക്കല്ലേ. അപ്പോഴാണ് പ്രകാശം അപ്രത്യക്ഷമായത്. ആലോചിച്ച് നോക്കൂ, ഇത്രയും ഭാരതത്തിലുള്ള ലോകത്തുള്ള സിദ്ധപുരുഷന്മാർ, അത് ഏത് മതത്തിൽപ്പെട്ട ആയിക്കോട്ടെ, അവർക്ക് ആർക്കെങ്കിലും ചുറ്റും ഒരു പ്രകാശം ഇങ്ങനെ ലഭിക്കുകയാണെങ്കിൽ എന്തോ ഒരു മാർക്കറ്റിംഗ് ആയിരിക്കും അത് വെച്ച് അവർ ചെയ്യുന്നതെന്ന് അല്ലേ? യഥാർത്ഥ സിദ്ധിയുള്ളവർ ഒരിക്കലും നിങ്ങളോട് ആ സിദ്ധി പ്രകടിപ്പിക്കാൻ തയ്യാറാവില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ അവന് ആധ്യാത്മികമായ വഴിയിൽ വരാൻ അത് സഹായകരമാകും എന്ന് തോന്നിയാൽ ചിലപ്പോൾ ചെയ്യും. അല്ലാതെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയും ആരാധകരെ ഉണ്ടാക്കാൻ വേണ്ടിയും അവരുടെ ഭക്തജനങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയും ഒരിക്കലും അവരത് കാണിക്കില്ല. അപ്പോൾ അങ്ങനെ കാണിക്കുന്നവരോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അവർ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയും, വയറ്റുപഴപ്പിന് വേണ്ടി കാണിക്കുന്ന വേഷം കിട്ടും മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ ഗുരുക്കന്മാരുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം, അവ സത്യം തന്നെയായിരിക്കും.